നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഫൈനൽ ഫലത്തിനെതിരായ പരാതികൾ തള്ളിക്കളഞ്ഞു. തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാർക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് ചൂണ്ടിക്കാണിച്ച് ജൂറി ഓഫ് അപ്പീൽ പരാതികൾ തള്ളി. VBC കൈനഗരി തുഴഞ്ഞ വിയപുരം ഒന്നാം സ്ഥാനത്ത് തുടരും. അതിൽ ഇനി അഭിപ്രായ വ്യത്യാസമൊന്നും കാര്യമില്ല. അശ്വിൻ പാലാഴി പുന്നമടയിൽ നടന്ന മത്സരത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, യഥാർത്ഥത്തിൽ അന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ 2-3 സ്ഥാനത്ത് നല്ല വ്യക്തമായിട്ട്. അപ്പോൾ നമ്മളൊന്ന് അറച്ചു, കൂടെ നിന്ന വിജയനും അറച്ചു, അതിനപ്പുറത്ത് നിന്ന നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം അറച്ചുപോയി. ഇപ്പം അറപ്പൊക്കെ മാറി. പറയൂ അശ്വിൻ. വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും അന്നത്തെ അനിശ്ചിതത്വം ഇപ്പോൾ ഇതാ മാറിയിരിക്കുകയാണ്. അന്ന് ഈ ഫലത്തിൽ സ്വാഭാവികമായും എല്ലാ നെഹ്റു ട്രോഫി വള്ളങ്ങളിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ അത് ഇത്തവണ പരാതിയായി ഏറെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായി കാണുന്നത്. ഒന്നാം സ്ഥാനം കൃത്യമായി തന്നെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. അത് വിയപുരം ചുണ്ടന് തന്നെ ഒന്നാം സ്ഥാനം അന്ന് തന്നെ പ്രഖ്യാപിക്കുകയും ട്രോഫി കൈമാറുകയും ചെയ്തതാണ്. പക്ഷേ 2-3 സ്ഥാനത്തേക്കുള്ള ഫലപ്രഖ്യാപനമാണ് അന്ന് ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അടക്കം പരാതി നൽകിയതിനെ തുടർന്ന് പ്രഖ്യാപിക്കാൻ കഴിയാതിരുന്നത്. അത് പിന്നീട് ഏറെ മുന്നോട്ട് പോയി. കഴിഞ്ഞ ദിവസം ജൂറി ഓഫ് അപ്പീൽ ഈ പരാതികൾ പരിശോധിച്ചു. പക്ഷേ ഈ ആരോപണ വിധേയരായ ആളുകൾക്കെതിരായ പരാതികളിൽ തെളിവുകൾ ഹാജരാക്കാൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അടക്കമുള്ള പരാതിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പരാതികൾ തള്ളാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ നിലവിൽ ആദ്യഘട്ടത്തിൽ അന്ന് തുഴഞ്ഞ അതേ രീതിയിലുള്ള ഫലം അത് നിലനിൽക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഓർഡർ പ്രകാരം പറയുകയാണെങ്കിൽ 2ാം സ്ഥാനത്ത് പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടൻ 2ാം സ്ഥാനത്ത് ഉറച്ചു തന്നെ നിൽക്കും. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ മേൽപ്പാടം ചുണ്ടൻ 3ാമതും നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നിരണം ചുണ്ടൻ 4ാമതുമായി നിൽക്കുന്ന ഫലം അത് അതേ രീതിയിൽ തുടരുമെന്നുള്ളതാണ് NDBR ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആവശ്യത്തിലധികം, അതായത് അനുമതിയിൽ ഉള്ളതിലധികം ഇതര സംസ്ഥാന തുഴക്കാരെ വെച്ച് തുഴഞ്ഞു. ഒപ്പം പനംതുഴയ്ക്ക് പകരം തടിത്തുഴ, ഫൈബർ തുഴ എന്നിവ ഉപയോഗിച്ച് നടക്കമുള്ളതായിരുന്നു ആരോപണം. ഇതൊന്നും തെളിയിക്കാനായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഫലം അതേ രീതിയിൽ തന്നെ നിലനിൽക്കും. ഫലം വൈകിയെങ്കിലും ആവേശമൊന്നും ഒട്ടും കുറയാത്ത ഒരു വള്ളംകളിക്കാലം കൂടിയാണ് കഴിഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.